മുൻ MLA PR കൃഷ്ണന്റെ പേരിലുള്ള MLA പെൻഷൻ കൈപ്പറ്റുന്ന ശ്രീമതി തൃശൂർക്കാരിയായ ശ്രീമതിയാണ്. PR കൃഷ്ണന്റെ ഭാര്യയാണ്. CPI നേതാവും മുൻ മന്ത്രിയുമായ PK ശ്രീമതിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് PR കൃഷ്ണന്റെ മകൻ അജിത്തും റിപ്പോർട്ടറിനോട് പറഞ്ഞു. തന്റെ അമ്മയുടെ പേരിലുള്ള പെൻഷൻ PK ശ്രീമതി വാങ്ങിയിട്ടില്ല എന്നാണ് അജിത്ത് പറയുന്നത്. പേരിലുള്ള സാമ്യം ദുരുപയോഗം ചെയ്ത് വ്യാജ പ്രചാരണം നടത്തുകയാണ്. വ്യാജ പ്രചാരണത്തിന് കാരണം രാഷ്ട്രീയ വിരോധമാകാമെന്നുകൂടി അജിത്ത് പറഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത് കുന്നംകുളത്തെ മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ PR കൃഷ്ണന്റെ മകൻ അജിത്താണ്. അദ്ദേഹം റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. താങ്കളുടെ അമ്മയുടെ പേര് ഒന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തത. അമ്മയുടെ പേര് ശ്രീമതി PK ശ്രീമതി. PKയുടെ ഇനി അതിൻ്റെ PK എന്ന് വെച്ചാൽ പൊന്നരാശ്ശേരി കുട്ടൻ മകൾ ശ്രീമതി ആണ് എൻ്റെ അമ്മയുടെ പേര്. താങ്കളുടെ അമ്മയുടെ പേരിലുള്ള പെൻഷൻ PK ശ്രീമതി ടീച്ചർ വാങ്ങി എന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഞാൻ കണ്ടു, അത് ഞാൻ 2 ദിവസം മുമ്പ് കേട്ടു, ഇന്ന് കാണുകയും ചെയ്തു. അപ്പോൾ താങ്കളുടെ അമ്മ മരിക്കുന്നത് വരെ പെൻഷൻ വാങ്ങിച്ചത് താങ്കളുടെ അമ്മയായിരുന്നു, മരിച്ച ശേഷം പെൻഷൻ വാങ്ങിയിട്ടും അമ്മ മരിക്കുന്നത് വരെ അമ്മ ടീച്ചറായിരുന്നു. അമ്മയ്ക്ക് ടീച്ചറുടെ പെൻഷൻ ഉണ്ടായിരുന്നു, ഫാമിലി പെൻഷൻ, അച്ഛൻ്റെ ഫാമിലി പെൻഷനും കിട്ടിയിരുന്നു. അത് മരിക്കുന്ന വരെ അമ്മ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ആരും പെൻഷൻ വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളത് പെൻഷൻ അമ്മ മരിച്ച വിവരം ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തു. നമുക്ക് വേണ്ടേ പിന്നെ ശ്രീമതി ടീച്ചറെ പോലെ ഒരാൾക്ക് ഈ പെൻഷൻ തട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ല എന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നു, ഏതൊരാൾക്കും മനസ്സിലാവുന്ന. അപ്പോൾ ഇത്തരം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് വളരെ മോശമായി. അതിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെക്ക് പേര് വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഈ മരിച്ചവരുടെ പേര് കൂടി വലിച്ചഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണം നടത്തുന്ന ഒരു ഉദ്ദേശം എന്തായിരുന്നു? അത് രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കാം, അല്ലെങ്കിൽ വിവരമില്ലായ്മയായിരിക്കാം. CPM നേതാവായ PK ശ്രീമതി ടീച്ചർക്കെതിരെ നടക്കുന്നത് ഇത്തരത്തിൽ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ വിരോധം മൂലമുള്ള ഒരു പ്രചാരണമാകാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിവരമില്ലായ്മ കൊണ്ടുള്ള ഒരു വ്യാജ പ്രചാരണമാകാം എന്നാണ് അദ്ദേഹം റിപ്പോർട്ടർ ടിവിയോട് ഇപ്പോൾ പ്രതികരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആംകോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ. ഷബാസ് ചേരുകയാണ്. ഷബാസ്, മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ ഈ പേരിലെ സാമ്യം ഒരു കൗതുകമായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. ഇത് പേരിലെ ഒരു സാമ്യത്തെ വളരെ ദുരുപയോഗം ചെയ്ത് ദുഷ്പ്രചാരണം നടത്തുകയാണ്. ഒരു വനിതാ നേതാവിനെ, കേരളത്തിൽ ക്രെഡിബിളായ ഒരു നേതാവിനെ വേട്ടയാടുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. തീർച്ചയായും വിനിത, എനിക്ക് തോന്നുന്നത് റഹീസ് റഷീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ വാർത്തയുടെ ഉറവിടം, വാർത്ത തന്ന ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കുന്നംകുളത്ത് തൃശ്ശൂരിൽ ഇത്തരത്തിൽ PR കൃഷ്ണൻ എന്ന് പേരുള്ള ഒരു MLA ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ഭാര്യ, ഈ പേരിൽ PK ശ്രീമതി എന്ന പേരിൽ ഒരു ഭാര്യയുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെയാണ് ഈ വാർത്ത നൽകിയ ആളുകൾക്ക്, ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയവർക്ക് പിഴച്ചിരിക്കുന്നത്. ഈ PR കൃഷ്ണൻ എന്ന് പറയുന്ന മുൻ MLA-ക്ക്, കുന്നംകുളത്തും ഒല്ലൂരിലും അടക്കം MLA ആയിരുന്ന മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ഈ PR കൃഷ്ണന് PK ശ്രീമതി ടീച്ചർ എന്ന അതേ പേരിലുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവരുടെ മകനാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചത്. കൃത്യമായി തന്നെ മകൻ അജിത്ത് പറയുന്നുണ്ട്, ഇത്തരം ഒരു പെൻഷൻ, അതായത് തൻ്റെ അച്ഛൻ്റെ പേരുള്ള പെൻഷൻ വാങ്ങിയത് തൻ്റെ അമ്മയായ PK ശ്രീമതി ടീച്ചറാണ്, അല്ലാതെ അത് CPM നേതാവും മുൻ മന്ത്രിയുമായി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള PK ശ്രീമതി അല്ല. അത് വ്യക്തമായി തന്നെ മകൻ അജിത്ത് റിപ്പോർട്ടർ ടിവിയോട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നടക്കുന്നത് വ്യാജ പ്രചാരണമാകാം. കാരണം ഇത് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ടാകാം, അല്ലെങ്കിൽ വിവരമില്ലായ്മയാവാം. ഇങ്ങനെ മരിച്ചവരുടെ പേരിൽ കൂടി ഇത്തരത്തിൽ അവരുടെ പേര് കൂടി വലിച്ചഴിച്ചുകൊണ്ട് ഒരു വ്യാജ പ്രചാരണത്തിലേക്ക് പലരും കടക്കുന്നതിന് പിന്നിൽ എന്നാണ് മകൻ അജിത്ത് വ്യക്തമാക്കുന്നത്. കൃത്യമായി തന്നെ ഈ പെൻഷൻ, അതായത് MLA പെൻഷനും മറ്റ് പെൻഷനുകളും ഒക്കെ തൻ്റെ അമ്മ വാങ്ങിയിരുന്നു. അമ്മ മരിക്കുന്നത് വരെ തന്നെ അമ്മ തന്നെയായിരുന്നു വാങ്ങിയിരുന്നത്. മരിച്ച ശേഷം കൃത്യമായി ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആ പെൻഷൻ നിർത്തലാക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് വ്യക്തമാക്കുന്നത് ഈ PR കൃഷ്ണൻ എന്ന മുൻ MLA-യുടെ മകനാണ്. വിനിത, ശരി, മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ നിയമപരമായ നടപടി ഉണ്ടായേ മതിയാകൂ. വ്യാജ പ്രചാരകർക്ക്, വ്യാജ വാർത്തകൾ നൽകിയവർക്കെതിരെ നടപടി ഉണ്ടായേ മതിയാകൂ. ശ്രീമതി ടീച്ചറുടെ കണ്ണീർ നമ്മെ പൊള്ളിക്കുന്നുണ്ട്. നിരുപാധികം ടീച്ചർക്കൊപ്പം തന്നെയാണ്.